പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാലുള്ള ബുധൻ്റെ മാറ്റവും അത് ഈ 12 രാശിക്കാർക്ക് എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യും എന്ന വിഷയവുമാണ്. ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും അധികം നൈപുണ്യമുള്ള, സാമർഥ്യമുള്ള, ഏത് പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തിയുള്ള ഒരു ഗ്രഹത്തിൻ്റെ മാറ്റമാണ്. നവഗ്രഹങ്ങളിലും എല്ലാം വളരെ തന്ത്രപൂർവം കൈകാര്യം ചെയ്ത് നിമിഷങ്ങൾ കൊണ്ട് ഫലം തരുന്ന ഒരേ ഒരു ഗ്രഹം മാത്രമേ ജ്യോതിശക്രത്തിലുള്ളൂ. അത് ബുധനാകുന്നു. ബുധ ഫലതസ്തു സർവത, ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. മറ്റേത് ഗ്രഹങ്ങൾക്കും ഓരോ സമയത്താണ് ഫലം, ഓരോ കാലത്തിലാണ് ഫലം. സൂര്യനും ചൊവ്വയും ആദ്യകാലത്ത് ഫലം ചെയ്യുന്നു, വ്യാഴവും ശുക്രനും മധ്യകാലത്ത് ഫലം ചെയ്യുന്നു, ശനിയും ചന്ദ്രനും അന്ത്യകാലത്താണ് ഫലം തരുന്നത്. ഇവിടെ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഒരു പ്ലാനറ്റാണ് ബുധൻ. നിങ്ങൾ ശ്രദ്ധിക്കുക, ജാതകത്തിൽ ബുധൻ ബലവാനാണെങ്കിൽ പെട്ടെന്ന് ലോട്ടറി ലക്ക്, ഗാംബ്ലിംഗ്, ഊഹക്കച്ചവടം, ഭൂമിക്കച്ചവടം, അപ്രതീക്ഷിതമായിട്ട് വരുന്ന ലാഭങ്ങളെല്ലാം തന്നെ ബുധൻ്റെ അക്കൗണ്ടിലാണ് ജ്യോതിശാസ്ത്രത്തിൽ ചേർക്കപ്പെടുക. ആ ബുധനായിരുന്നു കഴിഞ്ഞ 60 ദിവസത്തോളം വളരെ ദുർബലമായി തൻ്റെ മീനം രാശിയിൽ, തൻ്റെ നീചരാശിയിൽ ഉണ്ടായിരുന്നത്. അതിന് പലപ്പോഴും ആ ബുധന് മൗഢ്യവുമായിരുന്നു. അതിനാൽ പലർക്കും തൻ്റെ സാമർഥ്യം, യുക്തി, കഴിവ്, വാസനകൾ പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ സംജാതമായിരുന്നു. അതിൽ നിന്നും മാറി ഇതാ ബുധൻ ശത്രുക്ഷേത്രത്തിലാണെങ്കിലും മേടൻ രാശിയിലേക്ക് വരുന്നു. ഈ മേടൻ രാശി ബുധനെ സംബന്ധിച്ചോളം അത്ര അനുകൂലമായ രാശിയല്ല. ബുധൻ്റെ ആശ്രയഫലവും നല്ലതല്ല. മേടൻ രാശി ശത്രു ക്ഷേത്രവുമാണ്. എങ്കിലും ബുധൻ ഫലത്തെ പ്രദാനം ചെയ്യും. അതാണ് ബുധൻ. ബുധൻ സൂര്യനോടുകൂടി ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും ശക്തമായ നിപുണയോഗം പ്രദാനം ചെയ്യുന്നത്. ആ സാമർഥ്യമാണ് ബുധേന നിപുണം ധീകീർത്തി സൗഖ്യാനിതം. ബുദ്ധിയും കീർത്തിയും സുഖവും സൂര്യനും ബുധനും കൂടി ഒന്നിച്ച് വരുമ്പോഴുണ്ടാകുന്നു. പക്ഷേ മാസത്തിൽ പകുതി ദിവസവും ഈ ബുധന് സൂര്യൻ മൗഢ്യം കൊടുക്കുന്നു. അത് ഏകരാശിയിലാണെങ്കിൽ, ഒരേ രാശിയിലാണ് സൂര്യനും ബുധനെങ്കിൽ ആ മൗഢ്യത്തിന് വലിയ പ്രസക്തിയില്ല. 2 രാശികളാണെങ്കിൽ ആ മൗഢ്യം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പലപ്പോഴും പല കുട്ടികളുടെയും ജാതകത്തിൽ നാം ബുധനെ മറിഞ്ഞു കാണാറുണ്ട്. 12, 8, 6 ഭാവങ്ങളിൽ കാണാറുണ്ട്. പക്ഷേ അവിടെയും ഒരു പ്രമാണമുണ്ട്. മറഞ്ഞ ബുധൻ നിറഞ്ഞ വിദ്യയെ പ്രദാനം ചെയ്യുമെന്ന്. ബുധൻ മറിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ആ ബുധൻ നല്ല വിദ്യയെ പ്രദാനം ചെയ്യും. പ്രത്യേകിച്ച് 8ാം ഭാവത്തിൽ ബുധൻ നിൽക്കുകയാണെങ്കിൽ അത് ശരിക്കും രാജയോഗമാണ്. ഹോരാചാര്യർ നവഗ്രഹങ്ങളിൽ അഷ്ടമമാണ് ഏറ്റവും ദോഷപ്പെട്ട ഭാവമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. തത്ര അതികഷ്ട അഷ്ടമ, ഏറ്റവും ദുർബലമായ ഭാവമാകുന്നു 8ാം ഭാവം. അവിടെ ശുഭഗ്രഹങ്ങളിൽ നിന്നാലും പാപഗ്രഹങ്ങളിൽ നിന്നാലും 8 അങ്ങേറ്റം ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നു. സപ്തം ദ്വാദശം അഷ്ടമഞ്ച ഭാവാൻ മുനയോ അനിഷ്ഠാൻ വിദുഹു. 6, 8, 12 ഭാവങ്ങളാണ് ജ്യോതിഷത്തിൽ അനിഷ്ടങ്ങളായ, ഇഷ്ടമല്ലാത്ത ഭാവങ്ങൾ. അവിടെ ഏത് ഗ്രഹങ്ങൾ നിൽക്കുന്നു? ആ 6, 8, 12 ഭാവാധിപന്മാർ എവിടെ പോയി നിൽക്കുന്നു? ആ ഭാവത്തിന് എന്തുണ്ടാക്കുന്നു? വൈകല്യമുണ്ടാക്കുന്നു, നാശമുണ്ടാക്കുന്നു. എന്നാൽ 8ാം ഭാവത്തിൽ ബുധൻ വന്നാൽ ഒറ്റഫലമാണ് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. വിശ്രുത ഗുണാഹ, ധാരാളം ഗുണങ്ങൾ ഉണ്ടാകും ഒരു വ്യക്തിക്കെന്നാണ്. ചമത്കാര ചിന്താമണി അത് അടിവരയിട്ട് പറയുന്നു. ശതഞ്ജീവിനോരന്ധ്രകേ രാജപുത്രേ ഭവന്തീഹ ദേശാന്തരേ വിശ്രുതാസ്തേ. അന്യദേശത്തെ പേരും പ്രശസ്തിയും ഉണ്ടാക്കുന്നു. അവർ 100 ആയുസ് വരെ ജീവിക്കുന്നു. നിധാനം നൃപാത് വിക്രയാത്മാ ലഭന്തേ. തൻ്റെ പരാക്രമത്തിലൂടെ, ഉത്സാഹത്തിലൂടെ രാജാവ്, അധികാരി തനിക്ക് സീറ്റ് തരും, ഇരിപ്പിടം തരും. യുവത്യുത്സവം ക്രീഡനം പ്രീതിമന്ദഹ. ജീവിതത്തിൽ അവസാന കാലത്ത് നല്ല സന്തോഷത്തെ പ്രാപിക്കും. യുവതികളുമായിട്ട് ഉത്സവം ഉണ്ടാക്കും. എല്ലാ മെറ്റീരിയൽ ലൈഫും ഭൗതിക സുഖവും അനുഭവിക്കാൻ ഈ ബുധൻ ഒരു വ്യക്തിയെ എന്താക്കുന്നു? പ്രാപ്തനാക്കുന്നു. അതാണ് ബുധൻ. നമുക്ക് ഇനി ഈ മേടൻ രാശി മുതൽ 12 രാശികളിലും ബുധൻ്റെ ചാരവശാലുള്ള സഞ്ചാരവും അതെപ്രകാരമാണ് ഒരു വ്യക്തിക്ക് നന്മകളെ പ്രദാനം ചെയ്യുന്നതെന്നും ചിന്തിക്കാം. ഇനി
ബുധൻ എപ്പോഴാണ് മേടൻ രാശിയിൽ സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കണം. 1200 മേടമാസം 23-ാം തീയതി മുതൽ ഒരു മാസക്കാലം, ഇടവമാസം 23-ാം തീയതി വരെയുള്ള ഒരു മാസക്കാലമാണ് ബുധൻ മേടത്തിൽ സഞ്ചരിക്കുന്നത്. കൃത്യമായി 30 ദിവസങ്ങൾ. അതായത് 2025 മെയ് മാസം 7-ാം തീയതി മുതൽ ജൂൺ മാസം 6-ാം തീയതി വരെയുള്ള 30 ദിനങ്ങളിലാണ് ബുധൻ മേടൻ രാശിയിൽ സഞ്ചരിക്കുന്നത്. ഈ 30 ദിവസക്കാലം ധാരാളമാണ്. കാരണം ഏത് സമയത്തും ഫലം ചെയ്യും ബുധൻ. അതുകൊണ്ടാണ് ബുധനാണ് മിഡിൽമാൻ, ബ്രോക്കർ, ഏജൻറ്റ്, ദൗത്യം നിർവഹിക്കുന്ന ആൾ, മധ്യസ്ഥൻ, ഊഹക്കച്ചവടം, രജിസ്ട്രേഷൻ, ആധാരം, പ്രമാണങ്ങൾ, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ബുധൻ. ഈ മേഖലകളിലുള്ളവർക്കൊക്കെ തന്നെ ബുധൻ ധാരാളം സമ്പത്തിനെ പ്രദാനം ചെയ്യും. ഈ 30 ദിവസക്കാലം ഏതെല്ലാം രാശിക്കാർക്ക് ഗുണമാകുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മീനൻ രാശിക്കാരുടെ ചാരവശാലുള്ള ബുധന്റെ സഞ്ചാരവും ആ സഞ്ചാരം എപ്രകാരം മീനൻ രാശിക്കാരെ ബാധിക്കുമെന്ന വിഷയമാണ്. പുരൂരുട്ടാതി നക്ഷത്രത്തിലെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, ദേവതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു മീനം രാശി. ഇന്ന് മീനൻ രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് കഴിഞ്ഞ 60 ദിവസക്കാലം മൗഢ്യത്തോടുകൂടി നീചസ്ഥനായി മീനൻ രാശിയിലായിരുന്നു ബുധൻ. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. വിദ്വാനാണ്, അന്യരുടെ പ്രശ്നങ്ങൾ തീർക്കാം, പക്ഷെ തൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ കാരണം താൻ ആകെ ഡിപ്രഷൻ മൂഡിലുള്ള സമയത്ത് നിന്നും തുലം വിഭിന്നമായി ബുധൻ 2-ാം ഭാവത്തിൽ നിൽക്കുന്നു. വളരെ അനുകൂലമാണ് ബുധൻ 2-ാം ഭാവത്തിൽ. ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ലഗ്നത്തിൽ ബുധൻ നിൽക്കുമ്പോൾ വിദ്വാൻ, 2-ൽ വന്നാലോ ധനി, 3-ൽ വന്നാൽ പ്രബല, നല്ല നല്ല ഫലങ്ങളാണ്. ഇവിടെ 2-ാം ഭാവത്തിൽ ബുധൻ വരുമ്പോൾ നന്നായി കാര്യങ്ങൾ നല്ല സ്പിരിറ്റോടുകൂടി ചെയ്താൽ ധനമുണ്ടാക്കുവാനും തന്റെ വാക്കിലൂടെ, യുക്തിയിലൂടെ, കൗശലത്തിലൂടെ അന്യനെ ആകർഷിച്ച് തന്റെ കാര്യങ്ങൾ നേടിയെടുക്കാനും ഈ ബുധൻ വളരെ പ്രാപ്തനാണ്. ഭൂമി, റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് വളരെ അനുകൂലമാണ്. കഴിഞ്ഞ 10-60 ദിവസത്തെ കഷ്ടകാലമൊക്കെ കഴിഞ്ഞ് ഭൂമിയുടെ ആധാരം, രജിസ്ട്രേഷൻ, ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുന്നോട്ട് നീങ്ങുവാൻ വളരെ അനുകൂലമാണ്. ചമത്കാരം എന്താണ്? ഇപ്രകാരം പ്രവചിക്കുന്നു 2-ൽ ബുധൻ വരുമ്പോൾ: ധനേ ബുദ്ധിമാൻ ബോധനേ ബാഹുതേജഃ സഭാസംഗതോ ഭാസതേ വ്യാസേവ. 2-ൽ ബുധൻ വരുമ്പോൾ ബുദ്ധിമാൻ, അയാൾക്ക് ബുദ്ധി പ്രകടിപ്പിക്കുവാനുള്ള കഴിവുണ്ടാവും. ആ ബുദ്ധി വാക്കുകളിലൂടെ പ്രകടിപ്പിക്കും. ഈ സമയത്ത് വിദേശങ്ങളിൽ ഇന്റർവ്യൂവിന് പോകുന്ന അധ്യാപകർക്ക്, അല്ലെങ്കിൽ LIC മുതലായ ധനകാര്യ സ്ഥാപനങ്ങളിൽ, ഇൻഷുറൻസ് മേഖലകളിൽ പുതിയ ജോലിക്ക് അപേക്ഷിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് തങ്ങളുടെ ഇന്റർവ്യൂകളിൽ അങ്ങേയറ്റം ശോഭിക്കാം. ജോലി സുനിശ്ചിതമായും ലഭിക്കും. അത്ര ശക്തമാണ് 2-ാം ഭാവത്തിലെ ബുധൻ. അതിന് മൗഢ്യമില്ല. അത് സൂര്യനോടുകൂടെ നിൽക്കുന്നു. സഭാസംഗതേ ഭാസതേ വ്യാസേവ. ഒരു വ്യാസനെ പോലെ സദസ്സിൽ ശോഭിക്കുന്നു. അതിനാൽ തന്റെ കർമ്മമേഖലയിൽ അങ്ങേയറ്റം തന്റെ ആ പൗരുഷം, തന്റെ വ്യക്തിത്വത്തെ ഇംപ്ലിമെന്റ് ചെയ്ത് അത് തനിക്ക് പോസിറ്റീവായി, തനിക്ക് ഗുണകരമായ രീതിയിൽ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തനാക്കുന്നു മീനം രാശിക്കാരെ ഈ ബുധൻ. നല്ല യാത്രയുണ്ടാകുന്നു, ഭൂമിയുടെ ലാഭം ഉണ്ടാകുന്നു, വീടുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകാം. വളരെ നല്ല അനുകൂലമായ ഫലമാണ് ഈ ഒരു ബുധന്റെ മാറ്റം. അവിടെ മീനൻ രാശിക്കാർക്ക് 7ാം ശനിയിൽ ജന്മശനി തുടങ്ങി, ലഗ്നത്തിൽ ശനിയോടുകൂടി രാഹു ഉണ്ട്. ഇതൊക്കെ തന്നെ മാനസികമായി ധാരാളം സ്ട്രെസ് അനുഭവിക്കുന്ന സമയമാണ്. അവിടെ നിന്ന് ബുധന്റെ മാറ്റം മീനൻ രാശിക്കാരെ സംബന്ധിച്ചോളം പ്രതീക്ഷാ നിർഭരമായ അവസരങ്ങളുടെ ഒരു വാതായനങ്ങൾ തുറക്കപ്പെടുന്ന സമയമാകുന്നു. ബുധൈ സ്തുയതേ ഭോഗത ഷൽപദ്വയം. പണ്ഡിതർ തന്നെ സ്തുതിക്കുന്നു. അതിനാൽ അധികാരികളുടെ, പണ്ഡിതരുടെ നല്ല അഭിപ്രായം ഉണ്ടാക്കാൻ പറ്റും മീനൻ രാശിക്കാർക്ക് ഈ സമയം. അതിനാൽ ലേഖനം പൂർത്തീകരിക്കേണ്ടുന്ന വ്യക്തികൾക്ക്, ഗവേഷണം പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തങ്ങളുടെ ഗൈഡുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ തങ്ങളുടെ കർമ്മമേഖല പൂർത്തീകരിക്കാം. പ്രിന്റിംഗ്, ടെക്നോളജി,
AI ആയിട്ട് ബന്ധപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ തന്നെ പഠിക്കുന്നവർക്കും അല്ലെങ്കിൽ അധ്യാപകർക്കും ഒക്കെ തന്നെ ജോലി സാധ്യത, വിദേശത്തേക്ക് പോകാം, സ്കോളർഷിപ്പുകൾ നേടിയെടുക്കാം. അതിനൊക്കെ ഈ ബുധൻ സഹായകരമാകുന്നു. വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകും. അതിനുവേണ്ടി ഈ ബുധൻ വളരെയധികം സഹായിക്കും. കാരണം മീനൻ രാശിക്കാർക്ക് 7ാം ഭാവാധിപനാണ് ബുധൻ. അവരുടെ യാത്ര, വിവാഹ വിഷയങ്ങളൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ആ ബുധൻ. ആ ബുധൻ നല്ല നന്മയെ പ്രദാനം ചെയ്യും, ഒരു സംശയവുമില്ല. ഭോഗത ഷഡ്പദ്വയം, തനിക്ക് ഭോഗസുഖം ധാരാളം ലഭിക്കും. ഭൗതിക സുഖത്തിൽ താനൊരു ഷഡ്പദമായി, പൂമ്പാറ്റയായി, ചിത്രശലഭമായി മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ധാരാളം പ്രണയങ്ങൾ, സ്ത്രീ സൗഹൃദങ്ങൾ ഉണ്ടാകും. ഞാൻ പറഞ്ഞു, മേടൻ രാശിയിലെ ബുധൻ ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുകയില്ല. സ്ത്രീകൾ, മദ്യം, അപ്രകാരം തന്നെ വിശ്വാസമില്ലായ്മ, നാസ്തികത്വം, ഇതൊക്കെയാണ് ബുധന് ഫലം പറഞ്ഞിരിക്കുന്നത് മേടൻ രാശിയിൽ. അതിനാൽ സ്ത്രീ വിഷയത്തിനുമൊക്കെ ശ്രദ്ധിക്കണം, അഭക്യാദികൾ വരരുത്. മീനൻ രാശിയിൽ ശുക്രനും ശനിയും ഉണ്ട്. അതിനാൽ പലപ്പോഴും സ്ത്രീ വിഷയത്തിലുണ്ടാകുന്ന ചില ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ശ്രദ്ധിക്കണം. അതിനെ ഒന്നും കൂടെ അടിവരയിട്ട് ജ്വലിപ്പിക്കും ആ വാസനകളെ മേടൻ രാശിയിൽ നിൽക്കുന്ന ബുധൻ. അതിനാൽ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, എന്ത് ചെയ്യണം? കരുതിയിരുന്നാൽ ഈ ബുധൻ ധാരാളം നന്മകൾ ചെയ്യും. തന്റെ കഴിവുകൾ, വ്യക്തിത്വങ്ങളൊക്കെ കൺസ്ട്രക്റ്റീവായിട്ട് മാത്രം മുന്നോട്ട് നീങ്ങുക. ക്രിയാത്മകമായി ചിന്തിക്കുക, ക്രിയാത്മകമായി മുന്നോട്ട് നീങ്ങട്ടെ. അത് വളരെ അനുകൂലമായിട്ട് വരും മീനൻ രാശിക്കാർക്ക്, ഒരു സംശയവുമില്ല. എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർക്കും ഈ ബുധന്റെ ചാരവശാലുള്ള ഒരു മാസക്കാലം സുശോഭനമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.